നബിയെ തങ്ങൾ പറയണം, എന്റെ അടിമകളെ, നിങ്ങളുടെ നഫ്സുകളുടെ മേൽ അമിതം പ്രവർത്തിച്ച, അക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിങ്ങൾ നിരാശരാകരുത്, നിങ്ങൾ നിരാശപ്പെടല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു തആല എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് പറയുന്നതിന് മുന്നേ പറഞ്ഞ റഹ്മത്തിനെ കൊണ്ട് നിങ്ങൾ ആശ്രയിക്കും. മഹാനായ ബൂസുരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി ആരാണ്? മഹാനവറുകൾ അള്ളാഹുവിന്റെ ആരിഫായ മനുഷ്യനാണ്, മുത്തഖിയാണ്, ആശിഖ് റസൂലാണ്, റസൂലിന്റെ ഇഷ്കുള്ള ആളാണ്, മുത്തനബിയോട് ഇഷ്കാണ്. അദ്ദേഹത്തിന് ഒരു തലവേദന വന്നാൽ, ഒരു പല്ലുവേദന വന്നാൽ മഹാന്മാര് പറയാണ് അദ്ദേഹം ഡോക്ടറല്ല കാണിക്കൽ, മുത്തനബിയുടെ ഇഷ്കില് പ്രേമത്തില് 2 വരി കവിത എഴുതും, അദ്ദേഹത്തിന്റെ തലവേദന മാറി, പല്ലുവേദന മാറി. അദ്ദേഹത്തിന് ഒരിക്കൽ വാദം പിടിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കവിത എഴുതാൻ തുടങ്ങി. മുത്തനബിയെ സ്വപ്നം കാണാണ്, മുത്തനബി വരുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തല മുതൽ ഇങ്ങനെ പരിശുദ്ധമായ കരങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രകാശിതമായ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് ഇങ്ങനെ തടവി, എന്നിട്ടൊരു പുതപ്പിട്ട് കൊടുത്തു. അതാണ് ബുർദ എന്ന് പറഞ്ഞ പുതപ്പ്. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, ചെറിയ പാവാണ് വലുതായി തോന്നുന്ന. ലാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അലൂമത് ഇന്നൽ കബായിറ ഫിൽ ഖുഫ്റാനി കല്ലമമി. അല്ലയോ നഫ്സേ, നീ നിന്റെ വലിയ പാപങ്ങൾ കാരണത്താൽ നീ നിരാശപ്പെടേണ്ടതല്ല. കാരണം എന്താണ്? ഇന്നൽ കബായിറ, തീർച്ചയായും വലിയതായ പാപങ്ങളുണ്ടല്ലോ, ഫിൽ ഖുഫ്റാനി കല്ലമമി, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യത്തിൽ ചെറുപാപം പോലെ തന്നെയാണ്. അല്ലാഹു തആല എങ്ങാനും ഒരു പാപിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അവന്റെ റഹ്മത്ത് അവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, അവൻ എത്ര വലിയ പാപം ചെയ്താലും ശരി, എത്ര വലിയ പാപം ചെയ്താലും ശരി, കഅബ പൊളിച്ചവരായാലും ശരി, അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നവനാണ്. എന്നാൽ അല്ലാഹു തആല റഹ്മത്താദ്യം ഒരാൾക്കില്ലെങ്കിൽ അല്ലാഹുവിന്റെ കോപത്തിലാണ്, അല്ലാഹുവിന്റെ ശാപത്തിലാണ് ഒരു മനുഷ്യനെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ പലിശയുള്ള, കള്ളുകുടിയനായ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരായ ആളുകളാണെങ്കിൽ തൗബ ചെയ്തു മടങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد وبارك وسلم. صل على جميع الأنبياء المرسلين والحمد لله رب العالمين. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവരെയും ആനന്ദതീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസികും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. قال رسول الله صلى الله عليه وسلم قال الله عز وجل سبقت رحمتي غضبي. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ റഹ്മത്തിന്റെ 10 പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ജീവിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവെ എത്ര ശുക്ർ ചെയ്താലും മതിയാവും. അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാതെ നമുക്കൊന്നും ലഭിക്കില്ല. സാധാരണ രീതിയിലൊക്കെ നമ്മൾ സാധാരണയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരാള് നമ്മളോട് തെറ്റ് ചെയ്താൽ അയാള് നമ്മളോട് മാപ്പ് ചോദിക്കുകയും അല്ലെങ്കിൽ ആ പ്രശ്നം അയാൾ മാറ്റുകയും ചെയ്താലാണ് പിന്നീടാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുക. അതായത് ഒരു പിതാവിനോട്, ഉദാഹരണമായി ഒരു പിതാവിനോട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു,
ആ പിതാവ് പറയുന്നതൊന്നും അയാൾ അനുസരിക്കൂല, അല്ലെങ്കിൽ എന്തെങ്കിലും പിതാവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ജനങ്ങള് അടുക്കൽ മോശമാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു. ഉദാഹരണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പിതാവ് ആദ്യം അവനോട് അവന്റെ കാര്യത്തിൽ പിതാവ് പറയൽ എന്താണ്? ശരിക്കും പിതാവ് പറയുക ആദ്യമായിട്ട് അവൻ എന്ത് ചെയ്യട്ടെ, അവന് ആ തെറ്റ് അവനൊന്ന് മാറ്റട്ടെ. അവനിനി അത് ചുരുങ്ങിയത് അവൻ ഇനി അത് ആവർത്തിക്കില്ലെന്ന് പറയും. എന്നിട്ട് എന്നാ മാത്രമേ പിതാവ് എന്ത് ചെയ്യുള്ളൂ, പിന്നെ അവരെ സ്വീകരിക്കും. അല്ല, അങ്ങനെ തന്നെ. ഇങ്ങനെയാണ് പൊതുവെ സൃഷ്ടികളുടെ കാര്യങ്ങളൊക്കെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ വിഷയം, അള്ളാഹു തആല അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു തആല ഈ വിഷയത്തില് മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ നിന്നും തന്നെ അള്ളാഹു തആലാനെ സംബന്ധിച്ച് നമുക്കൊരു തിരിച്ചറിവ്. അതായത് അള്ളാഹു സൃഷ്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ തെറ്റ് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് പിന്മാറുകയോ അതിന് ചെയ്യില്ല എന്ന് അവരോട് പറയുകയോ മാപ്പ് പറയുകയോ ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് നൽകുകയുള്ളൂ. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല, ആകെ അനുഗ്രഹങ്ങളാണ്. എന്നിട്ടാണ് ആ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതനായിട്ടാണ് അള്ളാഹു തആല എന്നിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ. അല്ലെ, ഏത് രംഗത്ത് നോക്കിയാൽ അള്ളാഹു തആലാന്റെ ഏത് വിഷയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം വരല് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അത് എന്ത് കാര്യം, ഇവർ സ്വർഗത്തിൽ പോവാണെങ്കിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടല്ലാത്ത ഒരാൾ സ്വർഗത്തിൽ പോയി. എന്നാൽ അയാൾക്ക് അമലുകളുണ്ട്, മറ്റുള്ള പലതും ഉണ്ട്, പക്ഷെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് പോയത്. സഹാബാക്കൾ ചോദിച്ച അള്ളാഹിന്റെ റസൂല് തങ്ങളോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഞാനും അങ്ങനെ. അപ്പൊ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിട്ട ഞാനും സ്വർഗത്തിൽ പോകും. അപ്പൊ എന്താണ് ഈ റഹ്മത്ത്? ഇതിങ്ങനെ പൊതിഞ്ഞിട്ടാണ് അള്ളാഹ് വിടുന്നത്. അപ്പൊ വല്ലാത്തൊരു സംഭവമല്ലേ. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നല്ല, ഞാൻ വിചാരിച്ചതുപോലെയല്ല, നിങ്ങൾ വിചാരിച്ചു വളരെ അതിലൊക്കെ നമ്മൾ എത്രയും ഭാവിക്കുന്നതിൽ അപ്പുറമാണ് അള്ളാഹു തആലയുടെ റഹ്മത്ത്. അള്ളാഹിന്റെ ഏത് കാര്യം നോക്കിയാലും അങ്ങനെ. ഖുർആനിലെ സുമർ സൂറത്തിലെ 53-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. അള്ളാഹു എന്താണത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസികും. നബിയെ തങ്ങൾ പറയണം, എന്റെ അടിമകളെ, നിങ്ങളുടെ നഫ്സുകളുടെ മേൽ അമിതം പ്രവർത്തിച്ച, അക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിങ്ങൾ നിരാശരാകരുത്, നിങ്ങൾ നിരാശപ്പെടല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു തആല എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് പറയുന്നതിന് മുന്നേ പറഞ്ഞതാ റഹ്മത്തിനെ കൊണ്ട് നിങ്ങൾ ആശ്രയിക്കുക. അത് റഹ്മത്തിനാണ്. ഈ റഹ്മത്തിനെ കൊതിക്കണം, റഹ്മത്തിനെ പ്രതീക്ഷിച്ചാൽ, അതായത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ക്രൂരനായിട്ടോ ഒരു ദുഷ്ടനായിട്ടോ ഒരു കേവലം ശിക്ഷിക്കുന്നവനായിട്ടോ അങ്ങനെയൊന്നും മനസ്സിലാക്കുക. ശിക്ഷയുണ്ട്, കോപമുണ്ട്, അല്ലാഹുവിന്റെ എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കല്, അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഈ ഒരു നിഗമനം മാറ്റണം എന്നാ പറയുന്നത്. അതൊക്കെ അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്കാണ്. അതേ സ്ഥാനത്ത് ഒരാൾ അള്ളാഹുവിനെ ഇലാഹായിട്ട് മനസ്സിലാക്കി, റബ്ബായിട്ട് മനസ്സിലാക്കി, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കണം ഒരു ആഗ്രഹം വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല പറയുന്നത് എന്റെ റഹ്മത്തിനെയാണ് നീ ആദ്യം പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഞാൻ റഹ്മ ചെയ്യുന്നവനാണ്, വളരെയധികം കാരുണ്യവാണ്, റഹ്മാനുമാണ്, റഹീമുമാണ്, വളരെയധികം കാരുണ്യവാനാണ് എന്നുള്ള ആ വിഷയം നീ മറക്കല്ലേ. എന്തുകൊണ്ടാണ് അത്? ഇവിടെ അള്ളാഹുവിന് ധിക്കരിച്ച് നടക്കുന്ന, അള്ളാഹുവിന് തെറി പറയുന്ന ആളുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നവനാരാണ്, ആരോഗ്യം നൽകുന്നവനാരാണ്? അള്ളാഹുവിനെ ഏറ്റവും വലിയ ഇഷ്ടമില്ലാത്ത കാര്യം അള്ളാഹിന്റെ കൂടെ വേറെ പങ്കു ചേർക്കുക. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമേ തന്റെ പരിപാലകനായിട്ട് കാര്യകർത്താവായിട്ട് തന്റെ ആവശ്യ നിർവഹനായി കാണാൻ പാടുള്ളൂ. അത് മറ്റൊരാള് സ്വയമായിട്ട് എനിക്ക് അള്ളാഹ് ഉദ്ദേശിക്കാതെ വേറെ സൃഷ്ടിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമെന്ന് തന്നെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് ഇഷ്ടമല്ല, അല്ലെ? അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല. അവർക്ക് പോലും, അങ്ങനത്തെ ആളുകൾക്ക് പോലും, അങ്ങനെ അള്ളാഹു തആല പങ്കു ചേർന്ന് നടക്കുന്ന ആളുകൾക്ക് പോലും അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്?
അവർക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ എല്ലാ സെറ്റപ്പ് ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കി അത് പറയാൻ അത് നിങ്ങൾ മറക്കല്ലേ, ഞാൻ റഹ്മ ചെയ്യണം. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ആദ്യം കൊടുക്കണം എന്താണ്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് നിങ്ങൾ ആശങ്കപ്പെടല്ലേ. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അങ്ങനത്തെ ആളുകളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. റഹ്മത്തിനെ ആശിക്കുന്ന ആളുകളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അപ്പൊ അള്ളാഹ് പൊറുക്കാൻ തയ്യാറാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ച് നിങ്ങളെ കാഴ്ചപ്പാട് മാറ്റണം. നിങ്ങൾ അള്ളാഹിനെ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹിനെ റബ്ബായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, സൃഷ്ടാവായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, ഉടമസ്ഥനായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവായിട്ട് മനസ്സിലാക്കണം. അതാണ് ഒരു മിനിമം ഒരു മുസൽമാൻ, ഒരു മുഅ്മിന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്റെ സൃഷ്ടാവ് അള്ളാഹ് മാത്രമാണ്, അതിൽ ആർക്കും പങ്കില്ല. അള്ളാഹുത്താല മാധ്യമാക്കിയതാ മാതാപിതാക്കളെയും മറ്റുള്ള കാര്യങ്ങളെയും, ഡോക്ടർമാരാണെങ്കിൽ ഡോക്ടർമാരോട് ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാം അള്ളാഹ് മാധ്യമാക്കിയതാണ്. പക്ഷെ സൃഷ്ടിപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും പങ്കില്ല. അതുപോലത്തെ ഉടമസ്ഥത എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും വയ്യ. എന്റെ ഓരോ കോശങ്ങളും അള്ളാഹുത്താലയാണ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലെ, ഡോക്ടർമാർ ഇതിന്റെ പഠിച്ച ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഓരോ മനുഷ്യരിലും കോടിക്കണക്കിന് കോശങ്ങൾ ഓരോ നിമിഷത്തിലും, നിമിഷം എന്ന് അവരൊരു കണക്ക് പറയണം, കോടിക്കണക്കിന് കോശങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട്, അതായത് അവർ പറഞ്ഞ കോടിക്കണക്കിന് കോശങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതേ ടൈമിൽ തന്നെ കോടിക്കണക്കിന് കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷത്തിൽ തന്നെ മരിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്ന കോശങ്ങൾ. അനേകായിരം കോശങ്ങളെ കൊണ്ടാണ് ചെറിയ തൊലിയുടെ ചെറിയൊരു അംശം പോലും, ഒരു അംശം എടുത്താൽ അവിടെ തന്നെ അനേകായിരം നല്ല കോടിക്കണക്കിന് കോശം ഉണ്ടാവില്ല പറയുന്നത്. അങ്ങനെ എത്രയോ കോശങ്ങളെ, ജീവനുള്ള കോശങ്ങൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മള്, ഓരോ സൃഷ്ടിയും. അപ്പൊ ഇങ്ങനത്തെ കോശങ്ങൾ, എത്ര ജീവനുകൾ നമ്മളിൽ ഉള്ളിലുണ്ട്, സൃഷ്ടികളുണ്ട് നമ്മൾ. അതെപ്പോഴും നമ്മൾ മാറ്റ വ്യത്യാസം നടന്നുകൊണ്ടേയിരിക്കുകയാണെന്ന സയന്റിസ്റ്റ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് പഠിച്ച ജനിതക ശാസ്ത്രം പഠിച്ച ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യന് മാത്രമല്ല, എല്ലാത്തിനും ചലനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും. അപ്പൊ നമ്മളില് ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളുണ്ട്, അതേ ടൈമിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങൾ അല്ലേ. അപ്പൊ ഇത് ആരാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ ആർക്കും പങ്കില്ല എന്നാ പറയുന്നത്. കാരണം ഓരോ നിമിഷവും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിച്ചുകൊണ്ടിരിക്കുന്നു സയന്റിസ്റ്റ് പറയുന്നത്. അതിൽ ഒരാൾക്ക് പങ്കില്ല എന്നാണ് ഒരു വിശ്വാസം മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ട് അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കോശങ്ങളുടെയും ഉടമസ്ഥനും ആരാണ്? അള്ളാഹ് മാത്രമാണ്. കാരണം ആരാണോ സൃഷ്ടാവ് അവനാണ് ഉടമസ്ഥൻ, അല്ലെ? ഇതൊരു സാധാരണ മുസൽമാന് വേണ്ടതാണ്. തനിക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിലും അള്ളാഹു മാത്രമാണ് ഭക്ഷണം നൽകുന്നവൻ. അത് ഒരാൾക്കും പങ്ക് പാടില്ല, ഒരാൾക്കും ഇല്ല. മറ്റുള്ളതൊക്കെ അള്ളവിടെ മാധ്യമമാക്കി വെച്ചിട്ടുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അള്ളാഹു തആല സ്വർഗത്തിൽ ഇറക്കി. നിങ്ങൾ വേറെ അതിനുവേണ്ടി ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്ത് സൂപ്പറ ഇറക്കി, മണ്ണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ അള്ളാഹു ഇറക്കി കൊടുക്കും. മനസ്സിലാവും? മുത്തുനബിന്റെ ആൾക്കാർക്ക് അതിന്റെ ആവശ്യം. അപ്പൊ അള്ളാഹ് മറ്റുള്ളതിനെ ആശ്രയിക്കേണ്ട ആവശ്യമാണ്. അപ്പൊ അല്ലാഹു തആല നമ്മൾക്ക് എന്ത് ചെയ്തൊക്കെയാണ്? നമ്മൾക്ക് ഇതൊരു മാറ്റം. ഇവിടെ ഒരു സുന്നത്ത് അല്ലാഹു തആല പരീക്ഷണത്തിന് വേണ്ടി ഒരു ഇത് എന്താ പറയാ, അള്ളാഹ്ക്ക് അതൊരു രസമാണ്. ഈ മറയിലൂടെ അവനെ കണ്ടെത്തണം. ഇതൊരു കളിയാണ്, ഒരു പ്ലേ ആണ്, കാര്യമായ കളി, ഗൗരവമായ കളിയാണ്, അല്ലെ? അല്ലാഹു തആല ഈ മാധ്യമങ്ങളിലൂടെ മറിഞ്ഞ്, ഈ മാധ്യമങ്ങളിലൂടെ അല്ലാഹു തആല ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലാഹു തആല പതിവാക്കിയ ഒരു സുന്നത്താണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള ഓരോ നമ്മൾക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തില് അരി ഭക്ഷണം ആയാലും വേണ്ടില്ല, ഏത് ഭക്ഷണം ആയാലും വേണ്ടില്ല, ഗോതമ്പായാലും വേണ്ടില്ല, ഇവിടെ കൃഷി ആയാലും വേണ്ടില്ല, ഇവിടെ മാവേലി സ്റ്റോർ ആയാലും വേണ്ടില്ല, റേഷൻ കട ആയാലും വേണ്ടില്ല, പിണറായി ആയാലും വേണ്ടില്ല, ചെന്നിത്തലായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. ഇവിടെ അതിന് മാധ്യമങ്ങളായിട്ട് ഇനി ഉപ്പയായാലും ചെയ്യും, ഉമ്മയായാലും ചെയ്യും, മക്കളായാലും ചെയ്യും, ആരായാലും ചെയ്യും, വാഹനമായാലും, എന്തെല്ലാം മാധ്യമങ്ങൾ, ഒരു ഭക്ഷണം നമ്മൾക്ക് എത്തണമെങ്കിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ കടന്നിട്ടാണ് വരുന്നത്. ഈ അസ്ബാബുകൾ, ഈ കാര്യകാരണാദികൾ കാര്യങ്ങൾ എല്ലാം ഇതിലൊന്നും പങ്കെടുക്കണം. ഇതൊക്കെ അള്ളാഹ് വെച്ചോണ്ടായി, അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇല്ലാതെ. അപ്പൊ റാസിഖിയ്യത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹ് മാത്രമാണ് ഏകൻ, അല്ലെ? അതുപോലെ തന്നെ ഇവിടെ വിധികളൊക്കെ നടക്കുന്നതിൽ അള്ളാഹുടെ തീരുമാനമാണ് ഇവിടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്നിൽ ആദ്യം മനസ്സിലാക്കുക, എന്നിലും എന്റെ മാതാപിതാക്കളിലും എന്റെ ഭാര്യ സന്താനങ്ങളിലെ യഥാർത്ഥത്തിൽ ഇവിടെ അവസാനം ഇതുണ്ടല്ലോ, എന്താ പറയാ, അവസാനത്തെ തീരുമാനം
ഒപ്പീനിയനല്ല, അഭിപ്രായങ്ങളല്ല, തീരുമാനം ഉണ്ടാവുമല്ലോ, അസൈമുകള്. ആ തീരുമാനം അല്ലാണ്ടതാണ്. നമ്മളെല്ലാവരും മാധ്യമമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ആ പരിശ്രമം നന്മയിൽ നമ്മൾ പരിശ്രമിക്കും, അതിന് പ്രതിഫലം നമുക്കുണ്ടാവും. പക്ഷെ അള്ള തീരുമാനിക്കാത്തൊന്ന് നമ്മിലുമില്ല, നമ്മുടെ ഭാര്യ സന്താനങ്ങളിലും സംഭവിക്കുകയില്ല. അത് നഷ്ടങ്ങളായാലും രോഗങ്ങളായാലും ദാരിദ്ര്യമായാലും പണമായാലും സമ്പത്തായാലും ഐശ്വര്യമായാലും എന്തെല്ലാമാണോ അതെല്ലാം അള്ള ഉദ്ദേശമില്ലാത്തത് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. യഥാർത്ഥ റബ്ബ്, യഥാർത്ഥ തീരുമാനം എടുക്കുന്ന ഹാക്കിമാണ് അള്ള മാത്രം. ഇങ്ങനെ അള്ളാഹുവിനെ വിശ്വസിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോട് പറയണത് എന്താ? കാഴ്ചപ്പാട് മാറ്റണം. എന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങോട്ട് വരരുത്. ഞാൻ എന്റെ ഒരു പുതുസി ഹദീസിൽ അല്ലാഹു തആല ഞാൻ എന്റെ അടിമ എന്നെ എങ്ങനെ ഭാവിച്ചു അപ്രകാരമാവും. നല്ല ഭാവന വെച്ച് അല്ലാഹു റസൂൽ പറയാം, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ഭാവന വെക്കാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുതെന്ന് മുത്തുനബി പറഞ്ഞതല്ലേ. അങ്ങനെയാണ് നല്ല ഭാവന അള്ളാഹിനെ സംബന്ധിച്ച് ഭാവിക്കണം, മുത്തുനബിയെ സംബന്ധിച്ചും ഭാവിക്കണം. നമ്മളുടെ മറ്റുള്ള ഭാവനകളും ഇതൊക്കെ മാറ്റി അല്ല ഖുർആൻ എന്ന് പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അള്ള പറയണ എന്താണ്? അള്ളാഹുവിനെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് നിലപാട് മാറ്റണം, അവന്റെ വീക്ഷണം മാറ്റണം, കാഴ്ചപ്പാട് മാറ്റണം. ഞാൻ അനുഗ്രഹിയാണ്, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ ദയാലുവാണ്, ഞാൻ 70 ഉമ്മയേക്കാൾ സ്നേഹിക്കുന്നവനാണ്, ഏറ്റവും വലിയ കരുണാവാരീതിയാണ് ഞാനെന്ന് നീ വിശ്വസിച്ചോളണം. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഒരു സത്യം, അള്ള സത്യം പറയും. അള്ള പറയണ അള്ള അങ്ങനെയാണ്. ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ അള്ളാന്റെ തന്നെയാണ്. അത് ഏതാ ഈ അള്ളാഹ് വിശ്വസിക്കാത്ത ആളായാലും നിക്കാരിയായാലും എല്ലാവരും നമ്മളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാനെ അത് ഖുർആനിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കുക. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല റഹ്മത്തിന് ആദ്യം പറയുന്നത് കാണാൻ സാധിക്കും. മനസ്സിലായി? എന്താണ് റഹ്മത്തിന്റെ തൊട്ട് നീ നിരാശാവാൻ പാടില്ല. അതാണ് നമ്മൾ കൊടുക്കി ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മള് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. ആദ്യത്തെ 10 റമദാനിൽ റഹ്മത്തിന്റെ 10ആണ്, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10. കണ്ടോ? ആദ്യം അല്ലാഹു തആല അവരുടെ റഹ്മത്തുകൾ ഫ്രീ ആയി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ 10 നിങ്ങൾക്ക് മഗ്ഫിറത്ത് അപ്പോഴാണ്. അള്ളാഹ്ക്ക് നിങ്ങൾ എല്ലാം നിങ്ങളെ കറകളൊക്കെ മാറണം, പാപങ്ങളെല്ലാം കറകളൊക്കെ മാറിയിട്ട് വേണം എന്റെ റഹ്മത്ത്. അങ്ങനൊന്നുമില്ല. അത് അള്ള പഠിപ്പിച്ചതാണ്. എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങളെ കണ്ടിട്ടല്ല, നിങ്ങളുടെ സൽക്കർമ്മങ്ങളോ നിങ്ങളുടെ മനഃശുദ്ധിയോ കണ്ടിട്ടല്ല ഞാൻ നിങ്ങളെ പോലെ അനുഗ്രഹം ചെയ്യുന്നത് എന്നൊരു സത്യാവസ്ഥ അള്ള അറിയിച്ചു തരാണ്. അനുഗ്രഹങ്ങൾ എന്റെ ഔദാര്യമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ശുദ്ധീകരിക്കൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുമല്ലോ. അനുഗ്രഹം അള്ള തരികയാണ്. രണ്ടാമത്തെ 10 അള്ളാഹു തആല മഗ്ഫിറത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ 10 റഹ്മത്താണ്. മനസ്സിലാവുന്ന അതിൽ നിങ്ങളെ മഗ്ഫിറത്ത് കിട്ടിയാലേ പാപത്തിന്റെ കറകളൊക്കെ നീങ്ങുള്ളൂ, ശുദ്ധാവും. അതിന് മുന്നേ അനുഗ്രഹം ചെയ്യൂ. അത് വലിയൊരു പോയിന്റ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരും. എന്നിട്ടോ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ റഹ്മത്തിന്റെ 10 നിബന്ധനയുണ്ട്. അല്ലാഹു തആല എന്താ ചെയ്യണത്? അല്ല പറയണം, മുഴുക്കുടിയനാവാൻ പാടില്ല. അതായത് കള്ളുകുടിയന്, അതുപോലെ തന്നെ പിന്നെന്താ പറയാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഹാൻസിൽ കഞ്ചാവ് പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകള്, ഇവർക്കൊന്നും റഹ്മത്ത് ബാധിക്കുക. കാരണം അത് അല്ലാതെ കോപം ഉണ്ടാക്കുന്ന പരിപാടികളാണ്. അതുപോലെ തന്നെ കളവ് മനഃപൂർവ്വം പറയുന്ന ആളുകൾ, മനഃപൂർവ്വം അയാളെ ഇച്ഛക്കനുസരിച്ച് കൊണ്ട് കളവ് പറയുന്ന ആൾ, മനഃപൂർവ്വം ഹക്ക് കൂടാതെ കളവ് പറയുന്ന ആൾ, അയാൾക്ക് റഹ്മത്ത് ഉണ്ടാവില്ല. കോപത്തിന് അല്ലാതെ പറഞ്ഞ കോപത്തിന് വിടപ്പെട്ട കുറെ ആളുകളാണ്. അതുപോലെ ഉമ്മയെയും ഉപ്പയെയും വിഷമിപ്പിച്ചോട് അതുപോലെ തന്നെ അവരെ വെറുപ്പ് സമ്പാദിച്ച ആളുകൾ, ഉമ്മയും ഉപ്പയും മർദ്ദിച്ചവർ, ആക്രമിച്ചവർ, അല്ലെങ്കിൽ അവരെ എപ്പോഴും വെറുപ്പിച്ച ആളുകൾ, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് റഹ്മത്ത് കിട്ടില്ല. അവന് ഞാൻ എന്ത് സ്കീപ്പിച്ചിട്ടും എന്ത് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർക്ക് പലിശ ഒരിക്കലും അല്ലാഹു തആല പലിശ വാങ്ങുന്നവര് കൊടുക്കുന്നവര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും അല്ലാഹു തആല എന്ത് ചെയ്യില്ല. പലിശ മനഃപൂർവ്വമുള്ള എന്താ പറയുക നെറൂറത്തായിട്ടുള്ള ഘട്ടങ്ങളിലുള്ള പലതും ഉണ്ട്. ഇൻഷൂർ നിർബന്ധമായി വെക്കേണ്ട ഘട്ടങ്ങൾ, അത് നമ്മൾ വാങ്ങുന്ന ടാക്സ്, ചിലരുടെ കൈമങ്ങനെ പിടിക്കുന്നതാണ്. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇന്ത്യയുടെ നിയമങ്ങളാണ്. അതുപോലെ തന്നെ വീട്ടിൽ വെച്ചാൽ വെക്കാൻ പാടില്ല എന്നാണ് പണം. ഇന്ത്യ നിയമപ്രകാരം അത് എന്താണ് പറയാ, പണം വെക്കാൻ പാടില്ല. അപ്പൊ നമ്മള് നിയമപ്രകാരമുള്ള കാര്യത്തിൽ ബാങ്കിൽ എടുക്കുമ്പോൾ പലിശ മേടിച്ചു. അപ്പൊ പലിശ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലിശ അത് ഉപയോഗിക്കാതെ
അതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പണ്ഡിതന്മാരിൽ മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആ പലിശ എന്ത് ചെയ്യണം, അതിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. പണ്ഡിതന്മാരോട് ചോദിച്ചു, സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ കുറ്റവുള്ള പണ്ഡിതന്മാർ ചോദിക്കണം, ഇങ്ങനെ വരുന്ന പലിശയുടെ പണം ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അവര് പറഞ്ഞു തരും, പൊതുവെയുള്ള റോഡ് പണികള്, അതുപോലെ തന്നെ പൊതുവെയുള്ള പബ്ലിക് സെപ്റ്റിക് ടാങ്കി, അതായത് കക്കൂസ് ടാങ്കി, ടോയ്ലറ്റിന്റെ കാര്യങ്ങൾ, പൊതുവെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല അതേ സ്ഥാനത്ത് റോഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ വേറെ കുറെ കാര്യങ്ങളാണ് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി. എല്ലാം ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല. സ്വയത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പാവങ്ങളായിട്ടുള്ള എന്താ പറയാ, ചിലർ പാവങ്ങൾക്ക് ദാരിദ്ര്യം കൊടുക്കില്ല. തനിക്ക് തിന്നല് ഹറാമായ, തന്റെ ഉള്ളിലേക്ക് കയറി ഹറാമായ ഒരു കാര്യം എങ്ങനെയാ അന്യ പാവങ്ങളായ ആളുകളുടെ വയറ്റിൽ കയറാൻ പറ്റും? എന്തുകൊണ്ട് ഹറാമാക്കി? അത് അവർക്ക് ഉണ്ടാവശ്യം. പലിശ എന്ന് പറഞ്ഞാൽ അത്രയും മോശം സാധനമാണ്. ആ പലിശ ഇങ്ങനെ മറ്റൊരു ഹലാല ഒരിക്കലും അല്ല. അതൊന്നും പാടില്ല. മനസ്സിലാവണം. പണ്ഡിതന്മാരെ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ സമയമില്ല. ആ പറഞ്ഞു പറഞ്ഞത് എന്താണ്, ഇതൊക്കെ ഉള്ള ആളുകൾ ഇത് പറയണത് എന്താണ്, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങും. കള്ളുടിയന്മാര്, കഞ്ചാവ് വലിക്കുന്നവര്, ഹാൻഡ്സ് വെക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ഇവർ അതിൽ നിർത്തി വെക്കണം. അതിന്റെ തൗബ ചെയ്ത് മടങ്ങും. പിന്നെ എന്ത് വേണം, മാതാപിതാക്കന്മാരെടുത്ത് പോയിട്ട് അങ്ങനെ പ്രശ്നമുള്ളവർ പൊരുത്തപ്പെടിപ്പിക്കണം, തൗബ ചെയ്ത് മടങ്ങണം. വേറെ ആരെങ്കിലും ആക്രമിക്കും കാരണമായിട്ട് വളരെ ആരെങ്കിലെയും രഹസ്യമായിട്ട് പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആവുകൊണ്ടായാലും കൈകൾ കൊണ്ടായാലും അവരെ പോയി പൊരുത്തപ്പെടിപ്പിക്കണം, തൗബ ചെയ്ത് മടങ്ങണം. ഇതിന്റെ മറ്റൊരു ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്രതപ്പൊരുളുകൾ, ആ വീഡിയോ ഒന്ന് ശരിക്കും കാണണം. കാണാത്തവര് കഴിഞ്ഞ വ്രതപ്പൊരുളുകൾ എന്നുള്ള വീഡിയോയിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നോമ്പിന്റെ ഫർളുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എളുപ്പമായ രീതിയിൽ സംസാരിച്ചു പോയിട്ടുണ്ട്. നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങൾ, പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതിന്റെ സുന്നത്തുകള്, അതിന്റെ വിവിധ ഇനത്തിലുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നോമ്പുകൾ, ഏതൊക്കെ വിധത്തിലുള്ള നോമ്പുകൾ, ഒരു നോമ്പ് തന്നെ പല വിധത്തിലാവും, പലവിധ പ്രതിഫലമുള്ള നോമ്പുകൾ, ഇതൊക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ കാരുണ്യത്തിന്റെ വിഷയങ്ങൾ, ഈ പൊരുത്തപ്പെടിപ്പിക്കുന്നതോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, അതൊക്കെ തൗബ ചെയ്യണം, പൊരുത്തപ്പെടും. അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതായത് റഹ്മത്തുണ്ട്. ആ റഹ്മത്ത് അല്ലാഹു തആല എന്ത് ചെയ്യണം, അവസാനമായി നൽകുന്നു. 2-ാമത്തെ പത്തിലാണ്. അതുപോലെ അല്ലാഹു തആലാന്റെ ഈ റഹ്മത്തിനെ നിങ്ങൾ അമരാശ, നമുക്കെന്ത് സന്തോഷാണല്ലേ ഈ നോമ്പ് റമദാൻ വന്നപ്പോ എനിക്ക് പൂർത്തു തരുന്നതിൽ സംശയിക്കാൻ പാടില്ലെന്ന് ആദ്യം തന്നെ മുത്തനബി പറഞ്ഞു. അല്ലേ, ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലത്തെ ആഗ്രഹിക്കും വേണം. ഏതോ പ്രതിഫലം? എന്റെ കഴിഞ്ഞു പോയ പാവങ്ങളെ പൂർത്തി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓരോ മർത്തബയിലുള്ള പദവികളുള്ള ആളുകൾക്കുള്ള ഓരോ അവരുടെ പ്രതിഫല ആഗ്രഹം വ്യത്യാസമുണ്ട്. ചിലർ അള്ളാഹനെ തന്നെയാണ് പ്രതിഫലമായിട്ട് ആഗ്രഹം. അല്ലേ പറഞ്ഞ അവർക്ക് ഞാൻ തന്നെ പ്രതിഫലം. മനസ്സിലാവും? അങ്ങനെയാണ്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നുള്ള ഒരു റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ അതിനെ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ തന്നെയാണ് അതിന് പ്രതിഫലം. അങ്ങനെയാണ് ഓരോരുത്തർ മർത്തഫലം ഏതായാലും പ്രതിഫലത്തെ ആഗ്രഹിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പാപമോചനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ട് ആ പാപമോചനത്തിൽ ഈമാനും വേണം. തീർച്ചയായിട്ടും അല്ലാഹു കൊടുത്തു അല്ലെ. എന്തൊരു സന്തോഷത്തിലാണ് ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പത്തിലാണ്. പിന്നെ അതിന്റെ അപ്പുറമുള്ള പത്ത്, പിന്നെ അതിനെക്കാളും അപ്പുറം എന്തോ ഒരു രസമാണ്. ഈ റമദാൻ വരുമ്പോ എന്തോ ഒരു പൊലിവാണ്. അൽഹംദുലില്ലാ. മഹാനായ ബൂസുരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി ആരാണ്? മഹാനവറുകൾ അല്ലാഹുവിന്റെ ആരിഫായ മനുഷ്യനാണ്. മുത്തഖിയാണ്, ആശിഖ റസൂലാണ്, റസൂലിന്റെ ഇഷ്കുള്ള ആളാണ്. മുത്തനബിയോട് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഒരു തലവേദന വന്നാൽ, ഒരു പല്ലുവേദന വന്നാൽ മഹാന്മാര് പറയാണ് അദ്ദേഹം ഡോക്ടറല്ല കാണിക്കുന്നത്. മുത്തനബിയുടെ ഇഷ്ടില്, പ്രേമത്തില് 2 വരി കവിത എഴുതും. അദ്ദേഹത്തിന്റെ തലവേദന മാറി, പല്ലുവേദന മാറി. അദ്ദേഹത്തിന് ഒരിക്കല് വാദം പിടിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കവിത എഴുതാൻ തുടങ്ങി. അങ്ങനെ കവിത പൂർത്തിയാകും. അതിന്റെ ഒരു ഭാഗം നിർത്തിയപ്പോ മുത്തനബിയെ പറഞ്ഞോളത് ബാക്കിയെന്ന ചരിത്രം പറയണം. ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ആ കാവ്യം പൂർത്തിയായപ്പോൾ മുത്തനബിയെ സ്വപ്നം കാണാണ്. മുത്തനബി വരുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തല മുതൽ ഇങ്ങനെ പരിശുദ്ധമായ കരങ്ങളുണ്ട്. ആ പ്രകാശിതമായ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് ഇങ്ങനെ തടവി. എന്നിട്ടൊരു പുതപ്പിട്ടെടുത്തു. അതാണ് ബുർദ എന്ന് പറഞ്ഞ പുതപ്പ്. പുതപ്പിട്ടെടുത്തു, ബർക്കത്താക്കപ്പെട്ട അദ്ദേഹത്തിന് പുതപ്പിട്ടു. അദ്ദേഹത്തിന് പുതപ്പ് മൂടി. അദ്ദേഹം സ്വപ്നത്തിൽ എണീച്ചു നോക്കുമ്പോൾ വാതൊക്കെ പോയിക്കണ, ആരോഗ്യവാനായി. വാദം മൊത്തം പോയി. ആരോഗ്യം മാത്രമല്ല, ആ പുതപ്പ് സ്വപ്നത്തിൽ കൊടുത്താണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിയായ നിലക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് സത്യമാണ്, അത് അങ്ങനെ തന്നെയാണ്.
മഹാന്മാര് പറഞ്ഞു. വേറെ ഏതെങ്കിലും രൂപത്തിൽ പിശാച് വന്നിട്ട് ഇത് മുത്തുനബിയാണെന്ന് പറഞ്ഞിട്ട് ഇത് റസൂലുള്ളാഹ് പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞത് ഞാൻ റസൂലുള്ളാഹ് സ്വപ്നം കാണാം, അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ളാഹിന്റെ കോലത്തിൽ പിശാചിന് വരാൻ പറ്റില്ല. പക്ഷെ വേറെ ഏതെങ്കിലും കോലത്തിൽ പിശാച് വന്നിട്ട് ഞാൻ അള്ളാഹുന്റെ റസൂലാണെന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് കളവ് പറയണ, ജീവിച്ചിരിക്കുന്നവരെ കളവ് പറയില്ല. കള്ളപ്രവാചകന്മാർ വന്നിട്ടില്ലേ? ഞാൻ നബിയാണെന്ന് ബാധിച്ചവരില്ലേ? പിന്നെ സ്വപ്നത്തിൽ പിശാചിന് പറഞ്ഞെന്താ? എല്ലാം നമ്മളും കണ്ട് സ്വപ്നാണ് കാണുന്നത് ഞാൻ റസൂലാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നാണ്ട് സ്വപ്നത്തിൽ പറയുമ്പോഴത്തേനെ ഞാൻ അല്ലാണ്ട് റസൂലൊക്കെ പണ്ട് കണ്ട് കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട, വളരെ സൂക്ഷിക്കണം. അതൊക്കെ പറയുമ്പോ അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോ നീ ആരാണെന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചിട്ടാണ് എന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. നീ കളവ് പറയുന്നവരാണോ? സ്വപ്നത്തിൽ കളവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നീ ഗീബത്ത് പറയുന്നവരാണോ? നീ വഞ്ചിക്കുന്നവരാണോ? നീ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരാണോ? ഇതൊക്കെ അതിനെ സ്വാധീനിക്കും സ്വപ്നത്തിനെ. വെറുതെ പറഞ്ഞു നടക്കണ്ട, മനസ്സിലാവണം. ഞാൻ ഇന്ന സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ഞാൻ റസൂലുള്ളാഹി സ്വപ്നം കണ്ട്, പല പ്രാവശ്യം സ്വപ്നം കണ്ട്. അല്ലെങ്കിൽ സ്വലാത്തുൽ ഇബ്രാഹിമിയ ചൊല്ലി, അല്ലെങ്കിൽ സ്വലാത്തുൽ നാരിയ ചൊല്ലി 40 പ്രാവശ്യം സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വപ്നം കണ്ടു. അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നു, ഞാനതിന് നിഷേധിക്കല്ല. മുത്തുനബിയെ സ്വപ്നം കണ്ട് നിനക്കെന്ത് മാറ്റം വന്നു എന്നാണ് നീ ചിന്തിക്കേണ്ടത്. മുത്തുനബിയെ സ്വപ്നം കണ്ടത് മറ്റുള്ളവരോട് പറയുന്നു, നീ ജനങ്ങളെ വഞ്ചിക്കുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണില്ല, ചെറിയവരോട് കരുണ കാണിക്കണില്ല. കള്ള നാവെടുത്താ പറയും. റസൂലുള്ളാഹി പറഞ്ഞു എന്താണ്? അൽ കദ്ദാബു ലൈസ മിൻ ഉമ്മത്തി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറയുന്നവന്റെ ഉമ്മത്തിൽ തന്നെ പെട്ടവനല്ലാന്ന് മുത്തുനബി പറയുമ്പോ ആ മുത്തുനബിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ശരിയായ സ്വപ്നം മുത്തുനബിയെ കണ്ടു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. എന്റെ ഷെയ്ഖ് പറഞ്ഞതാ, റസൂലുള്ളാഹി സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിനക്ക് മാറ്റം ഉണ്ടാവുന്നോ നോക്കണം. നിനക്ക് മാറ്റമുണ്ടെങ്കിൽ നീ കൂടുതൽ പേടിക്കണം. ആ സ്വപ്നം നിനക്ക് ചിലപ്പോൾ ശരിയായ സ്വപ്നമാണെങ്കിൽ തന്നെ ഇന്ന് ഹുജ്ജത്തായി മാറാൻ സാധ്യതയുണ്ട്, ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം മുത്തുനബി അബൂജഹലും കണ്ടിക്കണ് നേരിട്ടിട്ട് തന്നെ. അല്ലാഹു അക്ബർ. അതുകൊണ്ട് മാറ്റം ഉണ്ടാവണം. മഹാന്മാരെ സ്വപ്നം കണ്ടപ്പോൾ ജൂതന്മാർ വരെ മാറ്റം ഉണ്ടായി, അവർ ഇസ്ലാം സ്വീകരിച്ചു അല്ലേ? മൻകൂസ് മൗലൂദിൽ നിനക്കെന്ത് മാറ്റം ഉണ്ടായി? നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബുസ്രി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാന് പറയാണ്, ആ ബുർദ ഷരീഫിൽ തന്നെ പറയാണ്. അതുകൊണ്ട് ആ ബുർദ എന്ന് അതിന് പേരിട്ടത്, ആ പുതപ്പ്. ബുർദ ഷരീഫിൽ പറയാണ്, മഹാനവരോട് പറയും ഒരു വരിയുണ്ട്. നമ്മൾ വളരെ നമ്മളെ പോലത്തെ പാപികൾക്ക് ചിന്തിക്കാനുള്ള മാർഗങ്ങളാണ്, മനസ്സിലാവും. ഇതിന്റെ അർത്ഥം നമ്മൾ പാപം ചെയ്തോളി അള്ളാഹു റഹ്മത്തുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് അള്ളാഹ് ശാപുണ്ട്. മനഃപൂർവ്വം അള്ളാഹു താല ധിക്കരിച്ചുകൊണ്ട് ഒരു ഭയമല്ലാതെ ലാഘവത്തോടെ പാപം ചെയ്യുന്ന ആളുകള് അള്ളാഹിന്റെ കോപത്തിലാണ്. അവർ അതിൽ നിന്ന് തൗബ ചെയ്ത് പഠനം കേട്ടാ, മനസ്സിലാവും. പേടിക്കണം. ആ വിഷയത്തിൽ നമുക്ക് പേടി വേണം. ഒരു നോമ്പ് നമ്മൾ റമദാനിന്റെ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ സന്തോഷിക്കാനും വകുപ്പുണ്ട്, പേടിക്കാനും വകുപ്പുണ്ട്. മഹാന്മാരായ മശായഖന്മാര് നോമ്പ് തുറക്കുന്ന ടൈമിൽ സന്തോഷത്തിൽ കൂടുതലായി ചില ടൈമുകളിലൊക്കെ അവര് പേടിക്കുമായിരുന്നു. കാരണം എന്റെ നോമ്പ് അല്ല സ്വീകരിച്ചുവോ, ഇതല്ല സ്വീകരിച്ച നോമ്പാണോ തട്ടപ്പെട്ട നോമ്പാണോ എനിക്കറിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ഉണ്ട്. എന്നാൽ ചില ടൈമിൽ അവർ ആഹ്ലാദി സന്തോഷിച്ചിട്ട് നിർത്താടുന്ന സന്ദർഭമൊക്കെ ഉണ്ട്. അത് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക്. അപ്പൊ തെറ്റു വരുമ്പോ തൗബ ചെയ്ത് മടങ്ങണം. മഹാനായ ബുസ്രി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളൂമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമി. പാടാൻ പറ്റുന്ന ഒരു നല്ല രീതി പാടിക്കൊള്ളി. പറഞ്ഞത് എന്താണ് ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി? ലാ നഫ്സു ലാ തഖ്നതി, എന്റെ നഫ്സേ, എന്റെ ആത്മാവേ, എന്റെ ശരീരമേ, ലാ തഖ്നതി, നീ നിരാശപ്പെടല്ലേ. മിൻ സല്ലത്തിൻ അളുമത്, നിനക്ക് സംഭവിച്ചത് പോയ വലിയതായ പാപങ്ങൾ കാരണത്താൽ. ചില ആളുകൾക്ക് ഉണ്ടാവും, ഞാനൊക്കെ വലിയ വൻപാപങ്ങൾ ചെയ്തല്ല, ആളുകൾക്ക് അറിയില്ലല്ലോ എന്റെ പാപം. ജനങ്ങൾ ഈ തെറ്റ് ചെയ്ത് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുന്ന ഈ ജനങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു, ഞാൻ ഇത്ര വലിയ പാപിയാണ് എന്നുള്ള ചിന്ത വന്നിട്ട് ആശ മുറിയുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ, ജനങ്ങളൊക്കെ വലിയ വലിയ പാപം, നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങളും ജനങ്ങളൊക്കെ ചെയ്യുന്ന പാപങ്ങൾ കാണുമ്പോൾ നമ്മളൊന്നും ഒന്നല്ല, നമ്മളൊക്കെ സ്വർഗത്തിലാണ്, അങ്ങനെ പറഞ്ഞ് ഓവറായിട്ട് അമിതമായിട്ടുള്ള പ്രതീക്ഷ വെച്ചിട്ട് നരകത്തിൽ പോടാ ആളുകളും. അതും ശ്രദ്ധിക്കണം. ആൾക്കാരൊക്കെ ചെയ്യുന്ന പാപങ്ങൾ അല്ലെങ്കിൽ നമ്മളൊന്നും ഒരു പാപത്തോടെ നമുക്ക് സ്വർഗത്തിലാണെന്ന് പറയും, അവൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ളതാണ് എന്ത് ഞാൻ എന്റെ വലിയ പാപങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞാൻ ആകെ പ്രശ്നത്തിലാണ്. അവരുതൊക്കെ അത് പുറത്തു കൊടുക്കരുത്. ഇന്നെപ്പോലെ ക്രൂരന്മാർക്ക്, ഇന്നെപ്പോലത്തെ പാപികൾക്ക്. മുത്തുനബിക്ക് ഉണ്ടായിരുന്ന കൊച്ചാപ്പായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ വളരെ ക്രൂരമായി വധിച്ച
വഹ്ശിക്ക് അല്ലാഹ് പുറത്തു കൊടുത്തത് മാത്രമല്ല, അവർക്ക് അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ല. പിന്നെന്താണ്, അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് എല്ലാ പാപങ്ങളും അത് പുറത്തു കൊടുക്കുന്നതാണ്. മനസ്സിലാവുന്ന ഹിന്ദ്, വഹ്ശി ഇവരൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ പദവിയാണ്. ഔസലാദ മുഹദ്ദിൻ ശേഖർ പോലും ആ പദവിയില്ല, അത്ര ഉന്നതമായ പദവിയില്ല. അങ്ങനെ എത്ര എത്ര പാപികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത് വല്ലാത്ത വിശാലമാണ്. എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ് എന്ന് ആ കാരുണ്യവാനായ അല്ലാഹു തആല. അപ്പൊ നമുക്ക് തോന്നുന്നു അതിനേക്കാൾ വലിയ പാപമാണ് ഞാൻ. അതാണ് മുസ്ലിമാം റഹ്മത്തുള്ളാഹി മൂപ്പര് പാപിയായിട്ട് മനസ്സിലാക്കി. അതല്ല മഹാന്മാരുടെ അവസ്ഥയാണ്. മഹാന്മാര് അവരെടുത്തുള്ള ചെറിയ പാപം പോലും വലിയ പാപമായിട്ട് അവർ മനസ്സിലാക്കി. നമ്മളെ പോലത്തെ ആൾക്കാർ വലിയ പാപം ചെയ്താലും നമ്മൾക്ക് ആനപ്പുറത്ത് കൊതുകിരുന്നമാര് നമുക്ക് തോന്നുന്നു. അത്ര ചെറിയ പാപം നമുക്ക് തോന്നുന്നു. അതാ നമ്മൾ നരകത്തിലാണെന്നുള്ള തെളിവാണ് നമുക്കാണ് തോന്നുന്നത്. അല്ല എനിക്കും തൗബ ചെയ്ത് തരട്ടെ, അല്ലാഹു തആല അത് പുറത്തു തരട്ടെ, നിങ്ങൾക്കും അല്ലാഹു പുറത്ത് തരട്ടെ. അങ്ങനത്തെ ചിന്ത ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകളാണ്. ചെറിയ പാപമാണ് ഒരുപാട് തോന്നുന്ന ഇന്നൽ കബായിറ ഫിൽ ഖുഫ്റാനി കല്ലമമി. അല്ലയോ നഫ്സേ, നീ നിന്റെ വലിയ പാപങ്ങൾ കാരണത്താൽ നീ നിരാശപ്പെടേണ്ടതല്ല. കാരണം എന്താണ്? ഇന്നൽ കബായിറ, തീർച്ചയായും വലിയതായ പാപങ്ങളുണ്ടല്ലോ, ഫിൽ ഖുഫ്റാനി കല്ലമമി, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യത്തിൽ ചെറുപാപം പോലെ തന്നെയാണ്. അല്ലാഹു തആല എങ്ങാനും ഒരു പാപിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ റഹ്മത്ത് അവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ എത്ര വലിയ പാപം ചെയ്താലും ശരി, എത്ര വലിയ പാപം ചെയ്താലും ശരി, കാബ പൊളിച്ചവരായാലും ശരി, അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നവനാണ്. എന്നാൽ അല്ലാഹു തആല റഹ്മത്ത് ആദ്യം ഒരാൾക്കില്ലെങ്കിൽ അല്ലാഹുവിന്റെ കോപത്തിലാണ്, അല്ലാഹുവിന്റെ ശാപത്തിലാണ് ഒരു മനുഷ്യനെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പലിശയുള്ള കള്ളുകുടിയനായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരായ ആളുകളാണെങ്കിൽ തൗബ ചെയ്തു മടങ്ങിക്കോ. അല്ലെങ്കിൽ കോപമാണ്. അങ്ങനെ കോപത്തിന് പാത്രീഭൂതരായ മനുഷ്യരാണെങ്കിൽ അവന്റെ ഒരു ചെറിയ പാപം തന്നെ മതി അവന് ശിക്ഷിക്കപ്പെടാൻ. അല്ലാഹു അത് പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്താൽ, അല്ലാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് എത്ര വലിയ പാപാണെങ്കിലും ശരി, അല്ലാഹു പുറത്തു. അതേ സ്ഥാനത്ത് അല്ല പുറത്തു കൊടുക്കണ്ട എന്ന് ഒരാൾക്ക് വെച്ചാൽ അത് ചെറിയ പാപം, ഒരു ചെറിയ കട്ടുനോട്ടമാണെങ്കിലും ശരി, അല്ല വെറുത്ത് കഴിഞ്ഞാൽ അത് വെറുത്ത്. പിന്നെ പറയാറില്ല നമ്മള്, ഒരു പെണ്ണിനോട് ഒരു ഭർത്താവ് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് എന്ത് നന്മ ചെയ്താലും അല്ലെങ്കിൽ ആ പെണ്ണ് എന്ത് ചെയ്താലും അതിന് തെറ്റോ കണ്ടു. അതേ സ്ഥാനത്ത് ഒരു പെണ്ണിനോട് ഭർത്താവ് ഒരു പെണ്ണിനോട് വല്ലാത്ത സ്നേഹമാണെങ്കിൽ ഓൾ എത്ര തെറ്റ് ചെയ്താലും ചായക്ക് മധുരമില്ലെങ്കിൽ കറിക്ക് ഉപ്പില്ലെങ്കിലും പുളിയില്ലെങ്കിലും മോതില്ലെങ്കിലും അവനക്ക് അതൊരു വിഷയം, അതൊന്നും സാരല്ല, ഇതിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? അല്ലാഹു തആല അവന്റെ തജല്ലിയാണ്, സൃഷ്ടികളിലൂടെ അവന്റെ തജല്ലി, റഹ്മത്തിന്റെ തജല്ലി, അത് വിതരണതാണ്. അപ്പൊ അതിന് മനസ്സിലായി ആദ്യം അല്ലാഹുവിനെ ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരാൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനോട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അല്ലാഹു പറ എന്റെ ഇഷ്ടത്തിന് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കണേ, അതുകൊണ്ട് നീ എന്റെ മുത്തനബിയെ പിൻപറ്റാണെങ്കിൽ അല്ല ഞാൻ മുത്തനബിയെ പിൻപറ്റണം. ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. നബിയെ തങ്ങളോട് പറയണം നബിയെ പിൻപറ്റാൻ. അങ്ങനെയാണെങ്കിൽ യഗ്ഫിർ ലക്കും യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. ആ സ്നേഹം അതാണ് റഹ്മത്ത്. ആദ്യം എന്താ ചെയ്യുക? ആദ്യം പുറത്തു കൊടുക്കല്ല, അള്ളാന്റെ പണിയതാ. യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് അത് സ്നേഹിക്കും. അത് റഹ്മത്ത് എന്ന് ഹുബ്ബ, അവന്റെ ഹുബ്ബ, അവന്റെ ഹുബ്ബ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ തങ്ങളെ ആ ലോകത്തിന് അനുഗ്രഹിയായിട്ടല്ലാതെ അയച്ചിട്ടില്ല. റഹ്മത്ത മുത്തനബി എന്താ? അല്ലാഹുവിന്റെ ഇഷ്ഖാണ് മുത്തനബി. മനസ്സിലാവും? അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കാരണഭൂതരാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. മനസ്സിലാവും? യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. എന്നിട്ട് എന്താ? അല്ലാഹ് സ്നേഹിച്ചാൽ എന്താ? യഗ്ഫിർ ലക്കും ദുനൂബക്കും, പരിശുദ്ധ ഖുർആൻ അല്ലാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ. അല്ലാഹു. പിന്നെ അടുത്ത വരിയിൽ ഇമാം ബുസ്രി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്താണ്? ലാ നഫ്സു ലാ അല്ല റഹ്മത റബ്ബിന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസ്മി ലഅല്ല റഹ്മത റബ്ബി.
എന്റെ പരിപാലകനായ, എന്റെ കാര്യകർത്താവായ, എന്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന എന്റെ കാര്യകർത്താവായ എന്റെ റബ്ബായ അല്ലാഹുവിന്റെ റഹ്മത്തെങ്ങാനും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവന്റെ റഹ്മത്താന്റെ അനുഗ്രഹം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതിന് അല്ലാഹു തആല ഇങ്ങനെ വീതിക്കുന്ന സന്ദർഭത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്ങനെയായിരുന്നെങ്കിൽ പാപങ്ങളുടെ കണക്കനുസരിച്ചായിരുന്നെങ്കിലേ അത് വീതിക്കുമ്പോൾ ആ വീതിക്കുന്ന കാര്യത്തില് പാപങ്ങളുടെ കണക്കനുസരിച്ചിട്ടാണ് റഹ്മത്ത് വീതിക്കുന്നതെങ്കിൽ എത്ര നന്നായിരുന്നേ എന്ന് ഇമാം ബുസ്വരി റഹിമഹുല്ലാഹ് മഹാനവർ പറയണം. അവരെ ആരിഫീങ്ങൾ അല്ലാതെ തിരിച്ചറിഞ്ഞവർ അതാ പറയണം. അവര് റഹ്മത്തിനെ കൊതിച്ചിട്ട് പറയണം, ഈ റഹ്മത്ത് എങ്ങനെ തരണോ? ഒരു പാപം ചെയ്തവനക്ക് ഒരു റഹ്മത്ത്, 2 പാപം ചെയ്തു 2 10,000 പാപം ചെയ്ത് 10,000 റഹ്മത്ത്. അപ്പൊ കൂടുതൽ റഹ്മത്ത് ആർക്കാ കിട്ടി? പാപം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ ഫക്കീറായി ഇമാം മുസ്ലിം രക്ഷപ്പെടുമായിരുന്നു. അവര് മഹാന്മാരുടെ അവസ്ഥയാണ്. അവരെപ്പോൾ തന്നെ വളരെ മോശമായിട്ട്. വേറെ ഭാഗത്ത് മഹാനവറുകൾ ഈ ബുർദയിലൊക്കെ പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ഒരുത്തരുടെ സുന്നത്തിന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സുന്നത്തിന് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അവർ ജീവിപ്പിച്ചിരിക്കുന്നു. അല്ലലാം രാത്രിയെ ജീവിപ്പിച്ചിരിക്കുന്നു. രാത്രിയെ ജീവിപ്പിച്ച്, അതായത് അവരുടെ കാലുകൾ പരാതി പറഞ്ഞു, നീര് കൊണ്ട് കാലുകൾ പരാതി പറയുന്നു. അതായത് രാത്രിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്തിട്ട് കാലുകളിൽ നീര് വന്നിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു പറ, അള്ളാന്റെ റസൂലെ, നിങ്ങളുടെ കഴിഞ്ഞു പോയ പാവവും വരാൻ പോകുന്ന പാവം അന്ന് കൊടുത്തന്നില്ലേ, പിന്നെ എന്തിനാണ് മുത്തനബി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കാലിന് നീര് വരുന്നുണ്ട് രാത്രിയിൽ ഇങ്ങനെ നിസ്കരിക്കുന്നത്? അപ്പോ ആയിഷ ബീവിനോട് മുത്തനബി എന്താ പറഞ്ഞ, അഫലാകൂന അബ്ദൻ ശുക്കൂറ, യാ ആയിഷ, അല്ലേ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അഫലാകൂന അബ്ദൻ ശുക്കൂറ, ഞാനൊരു അള്ളാഹ്ക്ക് നന്ദിയുള്ള അടിമയാണ്. അതിനാണ് ചിരിക്കണം, അല്ലാതെ പ്രതിഫലത്തിനല്ല. അള്ളാന്റെ നന്ദിയുള്ള ഒരു അടിമയാവും, പ്രതിഫലത്തിനല്ല. അള്ളാന്റെ നന്ദിയുള്ള ഒരു അടിമയാവാൻ ആവശ്യം. അങ്ങനത്തെ സുന്നത്തിനെ ഞാൻ ആ സുന്നത്തിന് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു ആരാ പറഞ്ഞത്? ഔലിയാക്കൾ ഉന്നതരായ ഇമാം ബൂസൂരി. നമ്മളാണെങ്കിൽ ആ 2 സുന്നത്ത് നിസ്കരിച്ചാൽ 2 തഹജ്ജുദും കൂടി നിസ്കരിച്ചാൽ പറയുമ്പോൾ നമ്മളെക്കാട് വലിയ സുന്നത്ത്, ഇനി നമ്മൾ നേരെ സ്വർഗത്തിലേക്കാണ്, നമ്മൾ വലിയ ആൾക്കാരായി, ഞാൻ നല്ല തരക്കേടില്ല എന്നുള്ള ഉറൂർ നമ്മൾ ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്നുള്ള വഞ്ചിതനായി. ഇതൊക്കെ എല്ലാ സുന്നത്തുകളും എടുത്ത് അവരാ പറയണം. അവർക്ക് അവരുടെ അന്തരിയുടെ സുന്നത്തുകൾ പലതിലും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറാൻ സഹോദരന്മാരെ നിരാശ എന്റെ മേൽ ഈ മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹു എന്റെ മേലാണ് ഈ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ കിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അതിനോട് പരിശ്രമിക്കണം, നല്ല പ്രതീക്ഷ എനിക്ക് ലഭിക്കും. അത് റമദാൻ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷ വളർത്തിയെടുക്കണം. അതിന് പരിശീലനം റമദാൻ തുടക്കത്തിൽ മുത്തനബി തരാ, അള്ളാഹു തരുകയാണ്. അത് അല്ലാതെ ആദ്യത്തെ റഹ്മത്തിന് 10 കഴിഞ്ഞ് ഈ റഹ്മത്തിനെ പ്രതീക്ഷിക്കേണ്ടതല്ല. അത് അവസാനം വരെ പ്രതീക്ഷിക്കുന്നവർക്ക് എല്ലാം കിട്ടും. അതിനനുസരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞില്ലാണ് ഇന്ത്യൻ അഭിനയം എന്റെ അടിമയുടെ ഭാവന പോലെയാണ്. എനിക്ക് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം എനിക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടും. എനിക്ക് ഇപ്രാവശ്യം മഹ്ഫിറത്ത് കിട്ടും. എനിക്ക് ഇപ്രാവശ്യം അല്ലാതെ റഹ്മത്ത് കൊണ്ട് ഞാൻ പുതിയപ്പെടും. എന്റെ ഉമ്മാക്കും എന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളും എല്ലാവരും അല്ലാതെ ഇപ്രാവശ്യം നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് തന്നെ ചെയ്യും. അവരുടെ കാര്യത്തിലും പ്രതീക്ഷ, എല്ലാ അവസാനം നല്ല പ്രതീക്ഷ. ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു അടിമയുടെ അമലുകൾ തൂക്കപ്പെട്ടിട്ട് അയാൾ പാപമായിരിക്കും കൂടുതലുണ്ടാകും. അയാൾ നരകത്തിലേക്ക്, ഞാൻ ചുരുക്കി പറയാൻ, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിക്കും. അങ്ങനെ ഈ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്ങലക്കെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ വീണ്ടും വിചാരണ നടത്തിയ സ്ഥലത്തേക്ക് ആ ഒരു അല്ലാഹു തആലയുടെ സാന്നിധ്യം ഉണ്ടായ അവിടേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്, അതെങ്ങനെ വിചാരണ നടത്തിയ സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ആ മലക്കുകളും എല്ലാവരും ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഹദീസിന്റെ ആശയം പറയാം,
ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകും, ഇടയ്ക്ക് തിരിഞ്ഞു, ഇടയ്ക്ക് തിരിഞ്ഞു. അപ്പൊ അള്ളാഹു താല മലക്കളോട് അദ്ദേഹത്തിന്റെ മലക്കളെ കൊണ്ട് വിളിപ്പിക്കും, അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറയും. വന്നപ്പോ അള്ളാഹു താല ചോദിച്ചു, അല്ലെങ്കിൽ അടിമേ, നീ എന്താണ് ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും? ഞാൻ നിന്റെ മേൽ വല്ല അക്രമം പ്രവർത്തിച്ചു, നീ ചെയ്ത പാപങ്ങൾ കൊണ്ട് തന്നെയല്ലേ നീ പോകും? അപ്പൊ ഈ മനുഷ്യനെന്താ പറയാൻ പറയാം, നമ്മളാണെങ്കിൽ ഇന്നപ്പോ അള്ളാഹുയെ ഞാനെന്ത് തെറ്റ് ചെയ്തു? അയലക്കത്തെ ദാമോദരൻ ചെയ്ത തെറ്റും ഞാൻ ചെയ്തു, അയലക്കത്തെ അബ്ദുൾ റസാഖ് ചെയ്ത തെറ്റും ഞാൻ ചെയ്തു. ഈ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇത്ര വലിയ നരകത്തിൽ ഇത് മനക്ക് വിചാരിച്ച സ്വർഗത്തിൽ? ഇങ്ങനൊക്കെ നമ്മൾ പറയാ. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നു. അള്ളാഹ് സ്നേഹിക്കുന്ന ആളുകള്, കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അതാ പറഞ്ഞ അള്ളാഹിനെ പറ്റി അറിയുന്നു. എന്താ അറിയാൻ പറ്റും? നിങ്ങൾ തെറ്റ് വരട്ടത് അത് വേറെ വിഷയം. നിങ്ങൾ അറിയാൻ പറ്റും എങ്കിൽ നിങ്ങൾ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ വരും. അള്ളാഹിന്റെ റഹ്മത്ത് നിങ്ങളെ മേൽ വരാനുള്ള ഒരു അവസ്ഥ അള്ളാഹിനെ തിരിച്ചറിവിലൂടെ വരും. അതാണ് മുറബിയ ശേഖരെ കുറിച്ച് ആയപ്പെടുന്നത്. വെറുതെ പറയുന്നത്. അപ്പൊ ഈ സൃഷ്ടി അള്ളാഹുവിന്റെ ഈ അടിമയി പറയണത് എന്റെ ശേഖന്മാരെന്ന് കിട്ടിയ അസ്വതക്കയാണ്. അല്ല, എന്റെതൊന്നുമല്ല, എല്ലാം എന്റെ ശേഖന്മാരുടെ ദാനാണ്. അതായത് എന്റെ ശേഖന്മാരിലൂടെ ചില ആൾക്കാരുണ്ടാവും ശേഖന്മാരുടെ ദാനം എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. എന്നാല് എന്റെ ഉസ്താദായ കുറ്റിക്കാട് ഉസ്താദിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോനെ മുന്നിട്ടിരുന്നു. ഷെയ്ഖുനാ തങ്ങൾ കറാമത്തിന് അദ്ദേഹത്തിന്റെ ഷെയ്ഖിൽ നിന്നാണ് ഇതെല്ലാവരുടെ ഷെയ്ഖിന്റെ ദാണെന്നൊക്കെ പറഞ്ഞപ്പോ ചില വിവരമില്ലാത്ത ആളുകൾ നിങ്ങളൊക്കെ നരകത്തിലാണ്, എത്ര വലിയ ശിർക്കാ അറിയണം. അല്ലാഹു തആലയുടെ അടിമകൾ ചെയ്യുന്നത് തന്നെ പറയാം. ഇന്ന് ഉപ്പ ചെയ്തിട്ടില്ലെന്ന് പറയണം. അല്ല, ഉപ്പല്ല ഇത്, അല്ല ഇത്, അങ്ങനെയല്ല. എന്നാ ഉപ്പനോട് ചെയ്തു എല്ലാം അള്ളാണ്. അത് യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മൾ അള്ളാനെ ആദ്യം സ്തുതിക്കും, അല്ലെ? അള്ളാഹ് നമുക്ക് ഉപ്പാനോടുള്ള ശുക്ർ ചെയ്യുമ്പോൾ അത് അള്ളാഹ് ശുക്ർ കൊടുക്കും. കാരണം ഈ ഉപ്പായോട് അള്ളാഹ് എനിക്ക് ശുക്ർ ചെയ്തു. ഉപ്പാന്റെ മനസ്സല്ല തിരിച്ചു ചെയ്തു, ഉപ്പായോട് അള്ളാഹ് തരണം. അതുപോലെ തന്നെ സൃഷ്ടികളുടെ കാര്യം പറയുമ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? ഒരു പോലീസുകാരൻ ട്രാഫിക് പോലീസുകാരൻ വന്നിട്ട് പറയാം ഈ വണ്ടി ആരതാണ്? അത് അള്ളാഹിന്റെതാണ്, ഇതിന്റെ ഉടമസ്ഥൻ അള്ളാണ്, അങ്ങനെ പറയാൻ പറ്റും. നമുക്കാർ ഇതിന്റെ ഉടമസ്ഥൻ അള്ളാണ് പറയുമ്പോ ഇങ്ങനെ പറയേണ്ടത്. അപ്പൊ അള്ളാന്റെ അടിമകൾക്ക് ശുക്ർ ചെയ്യണവർക്ക് അള്ളാഹിനെക്കും ശുക്ർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ പറയണ ഉസ്താദ് പറയണ ഉദ്ദേശം എന്താ? കുറ്റിക്കാട് ഉസ്താദ് പറയേണ്ട ഉദ്ദേശം എന്താ? ഇബ്രാഹിം ഉസ്താദ് പറയണേന്റെ അവരൊക്കെ വലിയ ആരിഫീങ്ങളാണ്. അവര് പറയണ അവര് വെറും അള്ളാഹിനെ കാണുന്നു. അത് ആ ശൈഖന്മാരിലൂടെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ മാത്രം കാണുന്ന ആളുകളാണ് അവര്. അവര് പറയുമ്പോ എന്താ പറയണേ? അവരിലൂടെ എന്റെ ശൈഖിലൂടെ അള്ളാഹ് എനിക്ക് നൽകിയതെന്നാ പറയണത്. എന്ന് പോലെ ഉപ്പായിലൂടെ ആരാ നൽകിയത്? അള്ളാഹുവാണ് നൽകിയത്. അത്രേ ഉള്ളൂ. അത് മനസ്സിലാവുക. അൽഹംദുലില്ലാഹ്. അപ്പൊ പറയണത് ഈ അടിമ പറയും അള്ളാഹു. അപ്പൊ ഈ അടിമ എന്താ പറയാ? ഈ അടിമ പറയും നീ അള്ളാഹുവിനോട് പറ, അള്ളാഹുവേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ എന്നോട് ഒരു അക്രമം പ്രവർത്തിച്ചില്ല പഠിച്ചു. ഞാൻ എന്റെ പാപങ്ങളിൽ മുങ്ങി എന്റെ പാപന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചത്. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുന്നത് എന്താന്ന് വെച്ചാൽ നിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഒരു ഹദീസ് പറഞ്ഞതായി പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ മുത്തുനബിയുടെ ഹദീസ് കണ്ടിട്ടേതൊന്നാണ് അദ്ദേഹം പറഞ്ഞത്. നീ പറഞ്ഞതായി സബഖത്ത് റഹ്മതി ഗളബി എന്നുള്ള ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ റഹ്മത്ത് നിന്റെ കോപത്തിന് മേൽ മികച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ഞാൻ നിന്റെ കോപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുത്തുനബി പറഞ്ഞത് സത്യമാണ്. അപ്പൊ നിന്റെ റഹ്മത്ത് എവിടെ മികക്കുന്നത് എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ ആശിച്ചുകൊണ്ട് ഞാൻ നോക്കിയത്. റവാഹുൽ മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മുത്തഫഖുൻ അലൈഹി ബുഖാരി റിപ്പോർട്ട് ചെയ്തു, മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി തആല സ്വഹീഹുൽ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ഇത് ഞാൻ പറഞ്ഞത്. അതാണ് ആദ്യം പറഞ്ഞ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല പറഞ്ഞിരിക്കുന്നു, സബഖതു റഹ്മതി ഗളബി. ഇത് മുസ്ലിം ശരീഫിലെ റിപ്പോർട്ട്. എന്റെ കോപത്തിന്റെ മേൽ എന്റെ റഹ്മത്ത്, എന്റെ അനുഗ്രഹം മികച്ചിരിക്കുന്നു. ഇതാണ് ഹദീസ്. ഈ ഹദീസാണ് ഈ അടിമ അല്ലാഹുവിന്റെ മുന്നിൽ വെക്കുന്നത്. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല റഹ്മത്ത് ആലിക്കത്തി, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ മികക്കാൻ തുടങ്ങി. അതിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ആണെന്ന് നൃത്തം ചവിട്ടി എന്ന് പറയും. അല്ലാഹുവിന്റെ റഹ്മത്ത് മികച്ചു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, എന്റെ ഹബീബ് പറഞ്ഞത് സത്യം തന്നെയാണ്. മലക്കുകളെ, എന്റെ റഹ്മത്ത് ഇദ്ദേഹത്തിന് മേൽ മികച്ചിരിക്കുന്നു, ഇത് കോപത്തിന് മേൽ മികച്ചിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ പാപങ്ങൾ ഞാൻ പുറത്തോട്ട് കൊടുത്തിരിക്കുന്നു, ഇദ്ദേഹത്തെ എന്ത് ചെയ്യുക? സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കും. അങ്ങനെ നരകത്തിൽ പോകുന്ന ആള് നരകത്തിൽ പോകാൻ നേരെ സ്വർഗത്തിൽ കടന്നു. ഹദീസാണ്.
റഹ്മത്തിന് പ്രതീക്ഷിക്ക സഹോദരന്മാർ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റഹ്മത്തിന്റെ ഈ പ്രതീക്ഷയിലും ആനന്ദത്തിലും അള്ളാഹു എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്, ഇത്രയധികം കാരുണ്യവാനാണെന്നുള്ള ആ ഒരു ആനന്ദത്തിലും അള്ളാഹിനുള്ള സ്നേഹത്തിലും ഈ റമദാൻ മുഴുവൻ നടന്നാൽ അതിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയും. അന്ന് നിങ്ങൾ വല്ലാത്ത ആ രാവ് അത് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മാശറ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കഫം തുണ അണിയുമ്പോൾ നിങ്ങൾക്കതിന്റെ അതിന്റെ ഗുണം കാണാം. അള്ളാഹു താല ഏതെല്ലാം ഹൃദയങ്ങളിലൂടെ, ഏതെല്ലാം മശൈഖന്മാരുടെ ഹൃദയങ്ങളിലൂടെയാണോ ഖൽബുകളിലൂടെയാണോ നമുക്ക് ഇൽമുകളെല്ലാം നൽകിയത്, ആ മശൈഖന്മാരുടെ ദർജാത്തുകൾ നാൽക്ക് വർദ്ധിപ്പിക്കട്ടെ. നമ്മളിൽ നിന്ന് അവർക്ക് ഖൈറായ ജസാ നൽകട്ടെ. നമ്മുടെ ശൈഖുനാഥങ്ങൾക്ക് ആരോഗ്യത്തോട് ദീർഘായുസ്സ് അള്ളാഹു താല ഏറ്റി കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, ഇണകള്, സന്താനങ്ങള്, നമ്മളോട് ദുആ ചെയ്ത് വസിയത്ത് ചെയ്തവര്, നമ്മളുടെ കൂട്ടുകുടുംബാദികള്, മറ്റുള്ളവര്, അവർക്ക് എല്ലാവർക്കും അള്ളാഹു താല ആരോഗ്യത്തോടുള്ള തൃപ്തിപ്പെട്ടതിനുള്ള ദീർഘായുസ്സ് നൽകുകയും അള്ളാഹു എല്ലാവരെയും റമദാൻ മാസ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും മുസ്തജാബ് ദുആ ആക്കി മാറ്റുകയും ചെയ്യട്ടെ. അള്ളാഹു താല എല്ലാവരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചിട്ട് പ്രശ്നങ്ങളെല്ലാം ഹൈറായി പരിഹരിച്ചു തരട്ടെ. എല്ലാവരുടെ ഹലാലായ ദുആകൾ അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. വിവാഹം കഴിച്ച സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളെ സന്താനങ്ങൾ നൽകട്ടെ. വീടുകൾ ആഗ്രഹിക്കുന്നവർ വീടുകൾ നൽകട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ഹലാലായ ജോലികൾ നൽകട്ടെ. ഉള്ളവർക്ക് അള്ളാഹു നമ്മുടെ ഏവരുടെയും ആയുസ്സിലും ആരോഗ്യത്തിലും റിസ്ഖിലും ധനത്തിലും ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മുടെ ഏവരുടെയും രോഗങ്ങളെല്ലാം ശിഫയാക്കി തരട്ടെ. ക്ലേശങ്ങളെല്ലാം ദൂരീകരിച്ച് ബലാകൾ ഉയർത്തട്ടെ. റമദാൻ മാസത്തിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ربنا اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأساتذتنا وأهل سلسلتنا وجميع المؤمنين والمؤمنات والمسلمين والمسلمات من الديون والمظالم والنار وادخلهم الجنة مع المشايخ يا رب العالمين ومع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبجاه سيدنا محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين الحمد لله. പ്രിയമുള്ളവരെ, ഈ ക്ലാസുകളും ഈ കേൾവികളും എല്ലാം അല്ലാഹു നാളെ സ്വർഗത്തിൽ സൽക്രമമായി നമ്മളിൽ കബൂൽ ചെയ്യട്ടെ. ഈ ഫക്കീറും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ഏവരും ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.